സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാനുള്ള അല്ലേ ബിസിനസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റെസിപ്പിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ കഥയായിട്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തിരുന്ന ഒരു കുഴിമന്തിയുടെ റെസിപ്പി തന്നെയാണ്. നല്ല റെസ്പോൺസ് കിട്ടിയ കുറേ പേര് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ച ഒരു റെസിപ്പിയാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഞങ്ങളിവിടെ മന്തിയുടെ കൂടെ ഉണ്ടാക്കുന്ന കുറച്ച് തൊട്ടിക്കറികൾ കാര്യങ്ങളാണ് നമ്മളിന്ന് അതിന്റെ റെസിപ്പികളാണ് ഷെയർ ചെയ്യുന്നത്. ഒരു തക്കാളി ചട്നി ഉണ്ട്, ഒരു ഗ്രീൻ ചട്നി ഉണ്ട്, പിന്നെ ഞങ്ങൾ മയണൈസും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ മൂന്നിന്റെ റെസിപ്പി നമ്മൾ പെട്ടെന്ന് വേണ്ടിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി തന്നെ തുടങ്ങിയല്ലോ. 2 അത്യാവശ്യം നല്ല സൈസിലെ തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തതാണ്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള ചെറുനാരങ്ങ അല്ലെങ്കിൽ ലെമൺ കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. പച്ചമുളക് വേണം, 2 ചെറുതാണ് എടുത്തിരിക്കുന്നത്, പഴുത്ത് പോയിട്ടുണ്ട് എൻ്റെത്. ഇത് 1 ടീസ്പൂൺ 5 ml സ്പൂണാണ്. ചെറിയ ജീരകമാണ്, നമ്മൾ നല്ല ജീരകം എന്നൊക്കെ പറയുന്നത്. പിന്നെ നിർബന്ധമായിട്ടും വേണ്ടത് നമുക്ക് പാകത്തിലുള്ള ഉപ്പല്ലേ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്നിച്ചങ്ങ് അടിക്കുക, വേറെ ഒരു പണിയുമില്ല. ജീരകത്തിൻ്റെ അളവ് ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ. 2 തക്കാളിക്ക് 1 ടീസ്പൂൺ തന്നെ മതി. ജീരകമാണെന്നുണ്ടെങ്കിലും മല്ലിയിലയാണെന്നുണ്ടെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പരസം വരും, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരിട്ട് ഇതുപോലെ നാരങ്ങാനീര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു ഒരെണ്ണം പോലും വീണ് പോലെ. കുരു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചട്നിക്ക് ആകെ കൈപ്പരസമായിപ്പം. ഇനി നമ്മൾ റിസ്ക് ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നാരങ്ങാനീര് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളെ ആദ്യത്തെ ചട്നി റെഡി. അപ്പോൾ നമ്മൾ അടുത്ത ചട്നി ഗ്രീൻ ചട്നിയാണ്. അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് 1 കപ്പ് തൈരാണ്. അത്യാവശ്യം നല്ല പൊളിപ്പുള്ള തൈര് തന്നെയാണ്. അതിലേക്ക് നമ്മൾ അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തക്കാളി ചട്നിക്ക് എടുത്തതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. 2 പച്ചമുളക് എണ്ണത്ത് നന്നായിട്ട് പഴുത്തുണങ്ങി ചുളിഞ്ഞു പോയിട്ടോ. എന്തായാലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഇതും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നേരത്തെ പോലെ ഒന്നിച്ചങ്ങ് അടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഈ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒരല്പം മാത്രം ഉപ്പും കൂടെ കേട്ടോ, ഒരല്പം മാത്രം തൈര് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തൈര് ചേർത്തിട്ട് 1 സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ തൈര് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോരായി പോകുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചട്നി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയിലയുടെ അളവ് കൂടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മല്ലിയിലയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം പേടിക്കൊന്നും വേണ്ട, ഒരല്പം തൈരും കൂടെ ചേർത്ത് അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രീൻ ചട്നിയും റെഡി ആയി കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് മയണൈസാണ്. മയണൈസ് നല്ല കോമ്പിനേഷനാണ് മന്തിയുടെ കൂടെ കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എഗ്ഗ് വെച്ചാണ്. എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതിനകത്തോട്ട് 1 ക്ലോവ് വെളുത്തുള്ളിയും കൂടെ, 1 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളെ മിക്സിയുടെ പൾസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അങ്ങനെ കറക്കി പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് പാകത്തിനുള്ള ഉപ്പ് ഒരു 1.25 ടീസ്പൂൺ മുതൽ 5 ml സ്പൂണാണ്. 1.25 മുതൽ വിനാഗിരിയുടെ പുളിപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ 15 ml സ്പൂണിന് 6 സ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 സ്പൂണായിട്ട് ഞാൻ ചേർത്തിട്ട് അടിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. ആദ്യത്തെ തവണ നമ്മളൊന്ന് മിക്സിയിൽ കറക്കാൻ നേരത്ത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കറക്കിയെടുക്കാം. പൾസിലല്ല, ഞാൻ ഫുൾ സ്പീഡിൽ തന്നെയാണ് കറക്കാറുള്ളത്. അതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ചേർത്തിട്ട് വീണ്ടും കറക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ, അതായത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും മിക്സിയിൽ ഇതുപോലെ കറക്കി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ എത്ര ഓയിൽ ചേർക്കണമെന്നുള്ളത് നമുക്കാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. കാരണം ഓയിൽ എത്രത്തോളം ചേർക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ മയണൈസിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിന്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തിക്കായിട്ട് മയണൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഏത് തിക്നെസ്സിനാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതും മാറാം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാനുള്ള ഓയിലിൻ്റെ ക്വാണ്ടിറ്റി മാറാം. അങ്ങനെ നമ്മൾ മന്തിയുടെ കൂടെ അല്ലെങ്കിൽ കപ്സയുടെ കൂടെയൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന 3 സൈഡ് ഐറ്റംസാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള മയണൈസാണ്. നമ്മൾ പണ്ട് നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യാതെ പൊട്ടറ്റോ വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോ
വീഡിയോ സൗണ്ട് പോയി. വീഡിയോ തീരാൻ നേരത്ത് 2-3 റെക്റ്റാങ്കുലർ ബോക്സസ് ഇങ്ങനെ മിന്നി വരുന്ന കാണാറില്ലേ? അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പടങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പീസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുഴിമന്തിയുടെയും എഗ്ലെസ് മയണൈസിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാമേ. അപ്പൊ എല്ലാവരും കുഴിമന്തി ഉണ്ടാക്കി നോക്കുക ആദ്യം. അതിന്റെ കൂടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഡിഷസും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ ഒരു റെഡ് ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ബെല്ലൈക്കൻ കൂടെ തന്നെ വരും. അതിനകത്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഇപ്പൊ കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും അടുത്തൊരു ഡിഷ് വരുന്നവരെ കാത്തിരിക്കുക. ബൈ, ടേക്ക് കെയർ.